ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 93ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ കറിയാണ്. മത്തങ്ങയും പച്ചപ്പയറും കൂടിയുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൽ തേങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. അതിന് കോമ്പിനേഷനായിട്ട് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു സ്പൈസി മെഴുക്കുവരട്ടി, പിന്നെ പപ്പടവും സാലഡും പിക്കിളും ഒക്കെ വെച്ചിട്ട് നമ്മൾ മെനു റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു ഓപ്ഷൻസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മെനുവിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മത്തൻ്റെ കറിയാണ്. അതിനായിട്ട് കുറച്ച് പയർ, പച്ചമുളകും കൂടി മീഡിയം ഫ്ലെയിമിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പയർ വേകാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പയറൊന്ന് പകുതി വേവാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പയർ പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തൻ ചേർത്ത് കൊടുക്കാം. അപ്പം മത്തൻ ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മത്തൻ നന്നായി വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തനും പയറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് തേങ്ങയും ജീരകവും കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറി തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ തേങ്ങ, ചെറിയുള്ളി, ചുവന്ന മുളക്, കടുക് ഇത്രയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കരിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്താൽ നമ്മുടെ കറി റെഡി. അടുത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങയും കൂടിയുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കരിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നായിട്ട് കുക്ക് ചെയ്യാണ് രണ്ടും കൂടി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും ഉപ്പും ഒക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സാമ്പാർ മസാല, സാമ്പാർ പൊടിയില്ലേ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന, അതും കുറച്ച് മുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയൊക്കെ നന്നായി കോട്ടാകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ നമുക്ക് കാണാം രണ്ടും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടി റെഡിയാണ്. അപ്പോൾ ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.